ഗസ ശാന്തമാകുന്നില്ല. വെടിനിർത്തലിനിടയിലും സംഘർഷം തുടരുകയാണ്. ഏറെ അനിശ്ചിതത്വത്തിനൊടുവിലാണ് ബന്ദി കൈമാറ്റം പോലും നടത്തുന്നത്. അതിനിടെ കഴിഞ്ഞ ദിവസവും ഇസ്രായേലിൽ നിന്ന് പിടികൂടിയ ബന്ദികളെ ഹമാസ് മോചിപ്പിച്ചിരുന്നു. മോചനത്തിനിടയിൽ പകർത്തിയ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. മോചിതനായ ബന്ദികളിൽ ഒരാൾ ഹമാസ് പട്ടാളക്കാരനെ ചുംബിക്കുന്ന വീഡിയോ ആണിത്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഫെബ്രുവരി 22-ന് ബന്ദിമോചനത്തിനിടെ ഹമാസ് പട്ടാളക്കാരനെ ചുംബിക്കുന്നത് ഒമർ ഷെം ടോവ് എന്ന ബന്ദിയാണ്. ശനിയാഴ്ച മോചിപ്പിച്ച 3 പേരിൽ ഒമറും ഉൾപ്പെടുന്നു. കരാർ പ്രകാരം മോചിതരാകുന്ന അവസാന സംഘത്തെയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ഒമർ വെൻകാട്ട്, ഇലിയ കോഹൻ എന്നിവരാണ് മോചിതരായ മറ്റ് 2 പേർ. പകരമായി ഇസ്രായേൽ 600 ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്യും. നുസ്രത്ത് നഗരത്തിലാണ് ബന്ദിമോചനം നടന്നത്. ബന്ദികളെ ഹമാസ് റെഡ് ക്രോസിന് കൈമാറുകയായിരുന്നു. ഈ സമയത്താണ് ഒമർ 2 ഹമാസ് പട്ടാളക്കാരുടെ നെറ്റിയിൽ ചുംബിക്കുന്നത്. കഴിഞ്ഞ ബന്ദിമോചനത്തിൽ ബന്ദികൾക്ക് ഹമാസ് സമ്മാനങ്ങൾ നൽകിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിലായിരുന്നു 6ാം ഘട്ട ബന്ദി കൈമാറ്റം നടന്നത്. US ഇസ്രായേൽ പൗരൻ സാഗുയി ദെഗൽചെൻ, റഷ്യൻ ഇസ്രായേൽ പൗരൻ സാഷ ട്രിഫനോവ്, അർജന്റീന ഇസ്രായേൽ പൗരൻ യായിർ ഹോൺ എന്നിവരെയാണ് മോചിപ്പിച്ചത്. ഇക്കൂട്ടത്തിൽ ദെഗൽചെന്നിന് സ്വർണ്ണ നാണയമാണ് ഹമാസ് സമ്മാനിച്ചത്. കഴിഞ്ഞ ദിവസം ജനിച്ച മകൾ സാച്ചർ മസാലിനുള്ള ജന്മദിന സമ്മാനമായിരുന്നു അത്. 2024 ഡിസംബറിലായിരുന്നു സാച്ചറിൻ്റെ 1ാം ജന്മദിനം. 2023 ഒക്ടോബർ 7-ന് നിറോയിൽ നിന്ന് കെഗൽ ഹമാസ് പിടിയിലാകുമ്പോൾ ഭാര്യ അവിറ്റാൽ 7 മാസം ഗർഭിണിയായിരുന്നു. അവിറ്റാലും ഇവരുടെ 2 പെൺമക്കളും വീട്ടിലെ സുരക്ഷിതമായ ഒരിടത്ത് ഒളിച്ചിരുന്നാണ് രക്ഷപ്പെട്ടത്. ദെഗൽ ഗ്രാമത്തിലുള്ള സ്വന്തം വർക്ക്ഷോപ്പിൽ നിന്ന് പിടിയിലായി. 2023 ഡിസംബറിൽ അവിറ്റാൽ 3ാമതൊരു പെൺകുഞ്ഞിനു കൂടി ജന്മം നൽകി. ഈ വിവരം ഹമാസ് ദെഗലിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇനിയും കണ്ടിട്ടില്ലാത്ത മകൾക്കുള്ള സമ്മാനമായാണ് മടങ്ങും വഴി സ്വർണ്ണ നാണയം കൊടുത്തുവിട്ടത്. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷം നിരവധി തവണ ഇസ്രായേൽ കരാർ ലംഘനം നടത്തി. ഇതിൽ പ്രകോപിതരായി ഹമാസ് കരാറിൽ നിന്ന് പിന്മാറുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കരാറിൻ്റെ ഭാഗമായി ഇസ്രായേൽ ബന്ദികളെ ഘട്ടം ഘട്ടമായി ഹമാസ് മോചിപ്പിച്ചു. തിരിച്ച് ഇസ്രായേലിൻ്റെ കസ്റ്റഡിയിലുള്ള ഫലസ്തീൻ പൗരന്മാരെ മോചിപ്പിക്കുകയും ചെയ്തു. ട്രംപിൻ്റെ ഗസ ഏറ്റെടുക്കൽ പ്രഖ്യാപനം ഉയർത്തിയ വിവാദ കൊടുങ്കാറ്റിനിടയിൽ അവശേഷിക്കുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാമെന്ന ഓഫറാണ് ഹമാസ് മുന്നോട്ട് വച്ചത്. വെടിനിർത്തൽ കരാറിൻ്റെ 2ാം ഘട്ടത്തിൽ ഒരുമിച്ച് ബാക്കിയുള്ള ബന്ദികളെല്ലാം മോചിപ്പിക്കാമെന്നാണ് ഹമാസ് പറയുന്നത്. പകരം ഇസ്രായേൽ സേനയെ പൂർണ്ണമായും ഗസയിൽ നിന്ന് പിൻവലിക്കണം. ഒപ്പം ഗസയിൽ സ്ഥിരമായ വെടിനിർത്തലിനും ഇസ്രായേൽ തയ്യാറാവണം. ഹമാസിൻ്റെ ഓഫർ ഇസ്രായേൽ സ്വീകരിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഹമാസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്നാണ് ഹമാസിൻ്റെ ഓഫർ. യുദ്ധത്തിൻ്റെ ഗതിമാറ്റമോ എന്നും ലോകം നിരീക്ഷിക്കുന്നുണ്ട്. യുദ്ധം വീണ്ടും ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഹമാസ് പുതിയ ഓഫർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഹമാസിൻ്റെ അപ്രതീക്ഷിത നീക്കം ലോകം മുഴുവൻ ചർച്ച ചെയ്തു. പ്രപ്പോസൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി ഹമാസ് വക്താവ് താഹിർ അൽ നൂറു അറിയിച്ചതായി AFP റിപ്പോർട്ട് ചെയ്യുന്നു.